സൗദിയുടെ ആകാശം കീഴടക്കിയാണ് യമന്റെ മിസൈലുകൾ ഇസ്രായേലിലെത്തിയത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. സൗദിയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് യമൻ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ സൗദിയുടെ അനുവാദത്തോടു കൂടിയാണോ അനുവാദമില്ലാതെയാണോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ചെങ്കടലെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമന്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ എല്ലാ സംവിധാനവും ഇസ്രായേൽ ഒരുക്കിയിരുന്നു. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് ഏകദേശം 1900 കിലോമീറ്റർ ആണുള്ളത്. സൗദി അറേബ്യയുടെ കരമാർഗമാണ് പോകുന്നതെങ്കിൽ അവിടെ 2200 ചില്ലാൻ കിലോമീറ്റർ വൈദൂരമുണ്ട്. ഇത്രയും കിലോമീറ്റർ വൈദൂരത്തിൽ പറത്തിക്കൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം നടത്താൻ വേണ്ടി യമന് സാധിച്ചു എന്നുള്ളത് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതിശക്തമായിരിക്കുന്ന വ്യോമാക്രമണത്തിന് തുല്യമായിരിക്കുന്ന മിസൈൽ ആക്രമണമാണ് യമൻ തൊടുത്തുവിട്ടത്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൽ അത് പതിക്കുകയും ഹൈപ്പർസോണിക് മിസൈൽ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചു എന്നും യമൻ അഭിപ്രായപ്പെടുന്നു.